ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ്, US മാർക്കറ്റ് ആണെങ്കിൽ ശരി, യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ശരി, ഈവൻ ഏഷ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ശരി, വലിയ സെല്ലിംഗ് അവിടെ നടന്നിട്ടുണ്ട്. നിഫ്റ്റി ഏകദേശം ഒരു ടോപ്പിൽ നിന്ന് ഏകദേശം ഒരു 5% അടുത്ത് ഡൗൺ സൈഡായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഫാൾ കണ്ടിന്യൂ ചെയ്യുമോ, അതോ ഇനി ഇവിടെ തിരിച്ച് പുൾ ബാക്ക് എടുത്ത് ഒരു ബൗൺസ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്, ഏതൊക്കെ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാം. അപ്പം പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്തൊരു കാര്യമുണ്ട്. സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഇപ്പം സ്റ്റോക്ക് നഷ്ടത്തിലാണ് ബുക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റോക്കുകളൊക്കെ ജൂലൈ 31 അന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ഞാനത് ടെലഗ്രാം ചാനലിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കറൻ്റ്ലി ഒരു സ്വിംഗ് ട്രേഡിംഗ് പൊസിഷനും ഇല്ല, എല്ലാ പ്രോഫിറ്റും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കാരണം നിഫ്റ്റി എപ്പോഴാണോ 25,000 ലെവൽ ബ്രേക്ക് നടത്തിയിരിക്കുന്നത്, നിഫ്റ്റി 25,000 എപ്പോഴാണോ ബ്രേക്ക് നടത്തിയിരിക്കുന്നത്, ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ എല്ലാ പൊസിഷനും ഞാൻ എക്സിറ്റ് ചെയ്ത് മാറിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളിലാണ് ഇപ്പം ലോസ് റണ്ണിങ്ങിലെങ്കിൽ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു 10% 20% നഷ്ടമുള്ള ആളാണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുക. നമുക്കതൊക്കെ വളരെ ഈസി ആയിട്ട് നെക്സ്റ്റ് ഒരു മാർക്കറ്റ് എന്തായാലും താഴോട്ട് കണ്ടിന്യൂസ്ലി പോകില്ല, ഒരു പുൾ ബാക്ക് എടുത്ത് ഒരു സപ്പോർട്ട് എടുത്ത് ബൗൺസ് ബാക്ക് എന്തായാലും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, വലിയ നഷ്ടങ്ങളോട്ട് പോകുമ്പോഴാണ് നമുക്കത് റിക്കവർ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത്, നമുക്കൊരു ഇമോഷണൽ പെയിൻ വരുന്നതും. ആ ഒരു ഇമോഷണൽ പെയിൻ്റെ പുറത്ത് നമ്മൾ ഓവർ ട്രേഡിങ്ങും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് വലിയ നഷ്ടത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ ലോസുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എസ്പെഷ്യലി സ്വിംഗ് ട്രേഡിങ്ങിന് ചെയ്യുന്ന ആൾക്കാരാണ്. ലോങ് ടേമിന് ഇതൊന്നും ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല. ലോങ് ടേം ധൈര്യത്തോടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് ആൻഡ് കമ്മിങ് ഈ ഒരു വീക്കിൽ എന്തൊക്കെ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നിഫ്റ്റി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഡേ ടൈം ഫ്രെയിമാണ്. അപ്പം നമുക്കറിയാം കണ്ടിന്യൂസ്ലി മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് കാണാം കണ്ടിന്യൂസ്ലി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹയർ ഹൈ ആണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പം ഒരു ഫോർമേഷൻ നടത്തിയിരിക്കുന്നത് വേണമെങ്കിൽ ഒരു എം പാറ്റേൺ എന്ന രീതിയിൽ പറയാം, അല്ലേ? ഒരു എക്സ്റ്റെൻഡഡ് എം പാറ്റേൺ എന്ന രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ. ജസ്റ്റ് ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്ലിയർലി ഒരു സൈൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രോബബിലി ഒരു റിവേഴ്സിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടെക്നിക്കലിലൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഈ ഒരു താഴെ നിന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ഈ ഒരു എം പാറ്റേണൊക്കെ ഫോർമേഷൻ നടത്തുന്ന സമയത്ത് അവർക്കൊരു പാനിക് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? ഈ ഡെയിലി ടൈം ഫ്രെയിമൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്ന ആളൊരു പാനിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇനിയും താഴോട്ട് പോയാൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഒക്കെ പല രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസുകളും ഉണ്ട് മാർക്കറ്റിൽ. ഈവൻ ബഡ്ജറ്റിലാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് കൂട്ടിയത് നമുക്കറിയാം, STT കൂട്ടിയിട്ടുണ്ട്, റൈറ്റ്? ദെൻ ഈവൻ സെബി പുതിയ റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാനിക്കാണ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ആ ഒരു പാനിക്ക് ഒന്നുകൂടി ശക്തമാവുകയാണെങ്കിൽ, അതായത് ഇനിയും വളരെ ശക്തമായിട്ട് സെല്ലിംഗ് വരുവാണെങ്കിൽ ഇവരൊക്കെ ഒന്ന് പേടിക്കും. അപ്പം വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് 2 ദിവസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അല്ലേ? ഏകദേശം ഒരു 4% അടുത്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു ഹെൽത്തി കറക്ഷൻ എപ്പോഴും ആവശ്യമാണ് മാർക്കറ്റിൽ. മേ ബി മാർക്കറ്റ് ഒന്നുകൂടി ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മേ ബി ഈ ഒരു ലെവലൊക്കെ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് മേ ബി ആയിരിക്കാം അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തുക. ഓക്കെ, ആൻഡ് ഓൾവേസ് ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. സ്റ്റിൽ ഞാനും ലോങ് ടേമിൽ ചില സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും ടച്ച് ചെയ്യില്ല, സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. സ്വിംഗ് ട്രേഡ് ഞാൻ ഓൾറെഡി ജൂലൈ 31 തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 2 ദിവസം മുൻപേ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഒരു പൊസിഷൻ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതിലെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു പറഞ്ഞ് ടെലഗ്രാം ചാനൽ. ഓക്കെ, അപ്പം ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ആ ഒരു സ്ട്രക്ചർ. ആൻഡ് നമ്മളൊരു 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ ചാർട്ടിൻ്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ സിമിലർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്, അല്ലേ? ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ് കഴിഞ്ഞ 2 ദിവസങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ലോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഇതുവരെ നിഫ്റ്റിക്ക് പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ലെവലിൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിഫ്റ്റി. ഇൻ കേസ് ഇതിൻ്റെ താഴോട്ട് നിഫ്റ്റി വരുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ലോ പോയിന്റ് എത്രയാണ്? ഏകദേശം നമുക്ക് 23,900 ലെവൽ.
23,900 ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴോട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, താഴോട്ട് വന്ന് ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് പാനിക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും ശക്തമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു വ്യൂ നമുക്കുണ്ട്. ഓക്കെ, ഇങ്ങനെ രീതിയിൽ സെല്ലിംഗ് നടക്കാന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള സൈക്കോളജി അല്ലെങ്കിൽ ബാക്കിയുള്ള പാറ്റേൺസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ധൈര്യത്തോടെ സെല്ലിംഗ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഇവിടം വരെ പോകാനുള്ള സാധ്യത നോക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. സോ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് ദൂരെയാണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഉള്ളത്. ഏകദേശം 23,700 ലെവൽ, ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ അടുത്ത് ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ഉള്ളത്. ദെൻ അതിൻ്റെ താഴത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ ലോഗ് എടുക്കാം, 23,400 350 ലെവൽ. അപ്പം ഇതാണ് നെക്സ്റ്റ് വരുന്ന ടാർഗറ്റ്. അതായത് ഈ ഒരു 23,000 കഴിഞ്ഞ ദിവസത്തെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമല്ല ഒരു പൂർണ്ണമായിട്ട് ഒരു സ്ട്രക്ചർ അനുസരിച്ച് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു പോയിൻറ്റും നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു പോയിൻറ്റും നമുക്ക് എടുക്കാം. ഓക്കെ, ഇൻ കേസ് 23,000 പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു ബ്രേക്ക് ഡൗൺ നടത്തി ഒരു ഫാൾസ് ബ്രേക്ക് ഡൗൺ ഒക്കെ തന്ന് തിരിച്ച് മുകളിലോട്ട് കയറുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ബൈ എൻട്രി നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹൈ പോയിന്റ് ഉണ്ട് അല്ലേ, ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് വീണ്ടും ആ ഒരു ബൗൺസ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിഫ്റ്റിയിലുണ്ടായ ഒരു 2 ദിവസത്തെ ഫാളിലുണ്ടായ ഒരു ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയിലുള്ള സിമ്പിളായിട്ടുള്ള വ്യൂ. സോ ബാക്കിയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം മാർക്കറ്റ് ഒരു നെഗറ്റീവ് ന്യൂസാണുള്ളത്. അപ്പം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് എത്ര രീതിയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയില്ല. മേ ബി അത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലും വളരെ കുറവായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ഇൻട്രാഡേ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ദെൻ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയും സിമിലർ. നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു വീക്ക്നെസ് ഒക്കെ കുറച്ച് മുൻപേ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ആ ഒരു ചെറിയൊരു വീക്ക്നെസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ദെൻ കഴിഞ്ഞ ദിവസം ഈ ഒരു 50,000 റൗണ്ട് നമ്പർ 50,000 ലെവലിൻ്റെ താഴെയാണ് കഴിഞ്ഞ 2 ദിവസത്തിലും ആ ഒരു ക്ലോസിങ് നിയർലി നടന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് കൂടുതലും സെല്ലേഴ്സ് ആക്റ്റീവായി തന്നെ വേണമെങ്കിൽ പറയാം. 50,000 ലെവലിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ. അപ്പം ആ ഒരു സെല്ലേഴ്സ് ആക്റ്റീവായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ലോ പോയിന്റ് നിയർലി ആ ഒരു ലെവലിൻ്റെ അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ലോ പോയിന്റിൻ്റെ അടുത്താണ് നിയർലി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൂടുതൽ ആരും ബൈ ചെയ്യുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ, സോ ഈ ഒരു റൗണ്ട് നമ്പർ നമ്മൾ നോക്കുവാണെങ്കിൽ 700 ലെവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ പല ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്ട്രോങ് സെല്ലിങ് നടന്നു, ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് നടന്നു. അയ്യോ ഇത് മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ പെട്ടെന്നൊരു ട്രേഡിൽ ജമ്പ് ചെയ്ത് പെട്ടെന്നൊരു ട്രേഡ് എടുക്കാതിരിക്കുക. എസ്പെഷ്യലി വാച്ച് ചെയ്യുക, ലെവൽസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനൽ 2 അപ്ഡേറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു റേഞ്ചും ഇന്നത്തെ റേഞ്ചും ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് വലിയ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ ഒരു ഫോമർ ട്രേഡിങ് ചെയ്യാതിരിക്കുക. നല്ല മൂവ്മെൻറ്റിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബുൾ മാർക്കറ്റിൽ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാം. പക്ഷേ ബിയർ മാർക്കറ്റിൽ നമുക്ക് വലിയ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാം. സോ ഇപ്പം ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു പേഴ്സണാണ്. ഞാൻ എൻ്റെ വലിയ പ്രോഫിറ്റുകളൊക്കെ എടുത്തിരിക്കുന്നത് ബിയർ മാർക്കറ്റിൽ തന്നെയാണ്. ബിയർ മാർക്കറ്റ് മീൻസ് മാർക്കറ്റ് എപ്പോഴും താഴോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും വലിയ മൂവ്മെൻറ്റുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു ആൾക്കാർ പാനിക് ആവുന്ന സമയത്ത് എപ്പോഴും സെല്ലിങ് എപ്പോഴും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുക. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഈവൻ ഫ്യൂച്ചർ ആണെങ്കിലും ശരി, സ്റ്റോക്ക് ആണെങ്കിലും ശരി, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ് ആയിരിക്കും. അത് സെല്ലിംഗ് എവിടം വരെ വരും എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റൊക്കെ റൈഡ് ചെയ്ത് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ആൻഡ് ഇതാണ് എൻ്റെ വ്യൂ. ആൻഡ് ഞാൻ ഇപ്പം നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ഞാൻ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ ഈ ഒരു ലോ പോയിന്റ്, ദെൻ ഇതിൻ്റെ താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് പഴയ ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ റൈറ്റ്. സോ നമുക്കിവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് ലെവൽ നമുക്കിവിടെ കാണാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സോ റൈറ്റ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലും ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന പോലത്തെ ഒരു പാനിക് സെല്ലിംഗ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എല്ലാവരും സെല്ല് ചെയ്യുന്ന സമയത്ത് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ജസ്റ്റ് നമ്മൾ ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക വിത്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. കാരണം ഈ ഹൈ വോളാറ്റൈൽ മാർക്കറ്റിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ 10 പോയിൻറ്റ് 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഒന്നും അത്ര പ്രായോഗികമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എപ്പോഴും വലിയ സ്റ്റോപ്പ് ലോസ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ പൊസിഷൻ എടുക്കുക. ക്യാപിറ്റൽ മുഴുവനായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് പകരം ചെറിയ പൊസിഷൻ എടുത്ത് ട്രേഡുകൾ ചെയ്യാം. ഇനി സ്റ്റോപ്പ് ലോസസ് അല്ലെങ്കിൽ ചെറിയ വെക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈവൻ അത്രയും അക്യുറേറ്റ് എടുക്കുന്ന എൻട്രി ആണെങ്കിൽ പോലും ചിലപ്പം ചെറിയ ബൗൺസ് ബാക്ക് ഒക്കെ വരുന്ന സമയത്ത് ഓപ്ഷൻ പ്രീമിയം നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ ചെയ്യും. അപ്പോൾ അതൊന്നും നമ്മൾ ബാധിക്കാതിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സിറ്റുവേഷനിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസവും ഇന്നൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മീൻസ് എൻ്റെ റിസ്കിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ട്രേഡുകൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം നാളെ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.